ഒരു പ്രത്യേക ശക്തി, ഒരു വർഗീയ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സംഘപരിവാറിന്റെ ശക്തി അധികാരത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. പല വിഷയങ്ങളിലും എല്ലാ മേഖലകളിലേക്കും മതത്തെ കുത്തിയിറക്കാൻ തുടങ്ങി, ആളുകളെ വേർതിരിക്കാൻ തുടങ്ങി. സംഘപരിവാറും RSSും BJP ഇവര് പച്ചയായിട്ട് വർഗീയത പറയുന്ന ആളുകളാണ്. ഒന്നാമത്തെ അറിയാലോ. നിങ്ങൾ നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്ത് BJP ഒഴികെയുള്ള മുഴുവൻ പാർട്ടികളും വലിയ സഖ്യം ഉണ്ടാക്കി ഞങ്ങൾക്കെതിരെ രാജ്യം മുഴുവൻ മത്സരിച്ചിട്ട് ഒരു കൂട്ടർ പറയുന്നത് ഞങ്ങൾ CPM-മായി അന്തർധാരയാണ്, മറ്റൊരു കൂട്ടർ പറയുന്നത് കോൺഗ്രസ്. അതിൽ തന്നെ അതിനകത്തെ പൊള്ളത്തരമുണ്ട്. പിന്നെ മിവ പറഞ്ഞതിനകത്ത് ഒരു കാര്യം, മിവ പറഞ്ഞത് എന്തോ ഒരു പ്രത്യേക ശക്തി സംഘപരിവാർ അധികാരത്തിൽ വന്നോടുകൂടി ഇന്ത്യയിൽ. മിവ അല്പം കൂടി ചരിത്രം പഠിക്കണം. ഇന്ത്യ മഹാരാജ്യം മതത്തിൻ്റെ പേരിൽ വിഭജിക്കപ്പെട്ട രാഷ്ട്രമാണ്. അതാദ്യം പഠിക്കണം. മതത്തിൻ്റെ പേരിൽ കോടിക്കണക്കിന് മനുഷ്യരെ തെരുവിൽ കുരുതി ചെയ്ത ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. ഒന്ന്. രണ്ട്, അന്ന് ഇവിടെ BJP RSS ഒന്നും അല്ല ഭരിക്കുന്നത്. രണ്ട്, ഷാബാനു കേസ് എന്ന് പറയുന്നൊരു കേസ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായതിന് ശേഷമാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്. അതായത് ഷാബാനു എന്ന് പറയുന്ന മുസ്ലിം വിധവയ്ക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണം. ഇന്നും അത് ചർച്ചയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു, പാലക്കാട്ട് ഒരാൾ പരസ്യമായി നിസ്കരിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞ ന്യായം? എന്താ? എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്ന് എനിക്ക് ജീവനാംശം കിട്ടുന്നില്ല, അർഹതപ്പെട്ട ജീവനാംശം അവർക്ക് കിട്ടാത്തതിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി താൻ ചെയ്തതാണെന്നാണ് അവർ ന്യായീകരിച്ചത്. ആയിക്കോട്ടെ, നമ്മൾ അതിൻ്റെ മറ്റിതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഷാബാനു എന്ന് പറയുന്ന സ്ത്രീക്ക് ഭർത്താവ് ജീവനാംശം കൊടുക്കണമെന്ന് സുപ്രീം കോടതി വിധിച്ചപ്പോൾ അതിനെതിരെ നിയമനിർമ്മാണം നടത്തിയ ആളുടെ പേര് രാജീവ് ഗാന്ധി എന്നാണ്. 4/3 ഭൂരിപക്ഷത്തോടെ ഇന്ത്യ മഹാരാജ്യം കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് എന്താണ് ഇന്നും പരിഹാരമുണ്ടായിട്ടില്ല. അപ്പോൾ അന്ന് മുതലാണ് ഇന്ത്യൻ പൊളിറ്റിക്സ് ഇത്രയേറെ മതവൽക്കരിക്കപ്പെട്ടത്.